പാവപ്പെട്ടവന്റെ, ഒരു രക്തസാക്ഷിയുടെ, ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ, വ്യവസായികളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ പേരിൽ ഫണ്ട് തട്ടിച്ചതിന് ഞങ്ങൾക്ക് എന്തിനാണ് സന്തോഷമെന്ന് നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഇത് ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഇടതു നിരീക്ഷകൻ പറഞ്ഞത് വളരെ ശരിയാണ്. ധനാഢ്യന്മാർ എന്ന് പറഞ്ഞത് വെറും ഒരു ആരോപണമല്ല. EP ജയരാജൻ എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള സമുന്നതനായിട്ടുള്ള നേതാവിന്റെ വൈഫ്, ഭാര്യ ഒരു റിസോർട്ട് നടത്തുന്നത് ആരുമായി ചേർന്നാണ്? ഈ പറയുന്ന ചന്ദ്രശേഖരനുമായി, ഈ പറയുന്ന BJP-യുടെ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ ബന്ധുക്കളുമായി ചേർന്നാണ് ആ റിസോർട്ട് നടത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് കർത്തമാരിൽ നിന്ന് പണം സമ്പാദിക്കുന്ന, പണം കൈപ്പറ്റുന്ന സഖാക്കന്മാരുടെ മക്കളുള്ള പാർട്ടിയായി കേവലം ചുരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പൊ അദ്ദേഹം ചേക്കുട്ടിയുടെ പറഞ്ഞതുപോലെ കുലം കുത്തി ഇല്ല എന്ന് പറയുന്നു. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, കുലം കുത്തി എന്ന് ആരെയാണ് വിളിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ധാരണയുള്ള ആളുകളാണല്ലോ. ജനാധിപത്യ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വിധവ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയാണ് നിയമസഭയിൽ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയാണ്. ഈ പറയുന്നത് പോലെ കുലം കുത്തിയാക്കപ്പെടും, ചാപ്പ കുത്തപ്പെടും എന്നുള്ളതൊക്കെ നമുക്ക് വളരെ, ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക്, ഈ കേരളത്തിന്റെ സാധാരണക്കാരായ അരിഹാരം തിന്നുന്ന ജനങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കുലം കുത്തി എന്ന് വിളിക്കും. ഈ പറയുന്നത് പോലെ കുഞ്ഞികൃഷ്ണൻ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിന്റെ പേരിൽ നാളുകളിൽ മാഷ എള്ള എന്ന് പറയുന്ന ദൈവിക വചനം പതിപ്പിച്ച, സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുള്ള ആ ഇന്നോവ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്നുള്ളത്, ഭാഗമാകാതെ ഇരിക്കട്ടെ, അങ്ങനെ ഭാഗമാകും എന്നുള്ളത് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പല മുൻകാല ആളുകളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ പാർട്ടി ഇവിടെ എന്താണ് പറയുന്നത്? ഇപ്പൊ ഈ ഇടതു നിരീക്ഷകൻ പറയുന്നത് അദ്ദേഹത്തിന് ഇത്രയും നാളും സമയമില്ലായിരുന്നു എന്നാണ്. അല്ലാതെ അദ്ദേഹം ഈ നിഷാദ് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണ പ്രകാരം ആ പാർട്ടി ഫോറത്തിലാണ് അദ്ദേഹം അത് ഉന്നയിച്ചത്. ആ ഉന്നയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. പിണറായി വിജയൻ അത് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, കോടിയേരിക്ക് അത് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള നേതാക്കൾക്ക് AKG സെന്ററിൽ ചെന്ന് 1, 2, 3 പ്രാവശ്യം വിശദമായിട്ടുള്ള അന്വേഷണത്തിന്റെ പേരിൽ അദ്ദേഹം ആ വിശദമായിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ മനസ്സിലാക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പാർട്ടി എന്നിട്ട് ഇതിൽ നിന്നൊക്കെ ബാക്കി ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ ഊരിയെടുക്കുവാൻ വേണ്ടി ഒരു പാർട്ടി കമ്മീഷനെ തീരുമാനിക്കും. ആ പാർട്ടി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് കോടതി, ആ പാർട്ടിക്ക് പോലീസ്, ആ പാർട്ടിക്ക് കമ്മീഷൻ ഉണ്ട് എന്നൊക്കെ. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായാലും, സ്ത്രീകൾക്കെതിരെ പീഡനം ഉണ്ടായാലും, കുഞ്ഞുങ്ങൾക്കെതിരെ അതിക്രമം ഉണ്ടായാലും, സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടായാലും, ഈ പാർട്ടിക്കാർക്കെതിരെ, പാവപ്പെട്ട ഈ പാർട്ടി ദൈനംദിനം ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്ന, ഈ പാർട്ടിയുടെ ചെങ്കൊടി ഏന്തുന്ന എല്ലാ സഖാക്കന്മാർക്കെതിരെയും ആരോപണങ്ങളും ആക്രമണങ്ങളും ഉണ്ടായും, ആ പാർട്ടിക്കെതിരെ എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും അതിനെതിരെ ഒരു കമ്മീഷനെ തീരുമാനിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ എല്ലാം ഊരിയെടുക്കുവാൻ വേണ്ടി ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്, നാളുകളിൽ ഇവർ പൊതുസമൂഹത്തിനോട് നിവർന്നു നിന്ന് മാപ്പ് പറയേണ്ട